മയ്യത്ത് ഖബറടക്കി എല്ലാവരും പിരിയുന്ന സമയത്ത് ഖബറിൽ റൗമാൻ എന്നൊരു മലക്ക് വരും. ആ മലക്ക് മയ്യത്തിനോട് എണീക്കാൻ പറയും. മയ്യത്ത് എണീക്കും. ആ മയ്യത്തിനോട് മലക്ക് പറയും, നീ ജനിച്ചത് മുതൽ, നിനക്ക് തിരിച്ചറിവ് വന്നത് മുതൽ ഇവിടെ വരുന്നത് വരെ ഈ ദുനിയാവിൽ നീ ചെയ്ത എല്ലാ കാര്യങ്ങളും, നീ എന്തൊക്കെ ഈ ദുനിയാവിൽ ചെയ്തോ, എങ്ങനെയൊക്കെ ജീവിച്ചോ, അവയെല്ലാം നീ എഴുതുക. അപ്പൊ ആ മലക്കിനോട് മയ്യത്ത് ചോദിക്കും, ഞാൻ എങ്ങനെയാ എഴുതുക? എന്റെ കയ്യിൽ പേനയില്ല, മഷിയില്ല, കടലാസില്ല, പിന്നെ ഞാൻ എങ്ങനെയാ എഴുതുന്നത്? അപ്പൊ ആ മയ്യത്തിനോട് പറയും, നിന്റെ ചൂണ്ടുവിരൽ പേനയാക്കുക, നിന്റെ ഉമിനീർ മഷിയാക്കുക, നിന്റെ കഫൻ പുടവ കടലാസാക്കുക. ആ മയ്യത്ത് അവൻ ദുനിയാവിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും എഴുതാൻ തുടങ്ങും. അവൻ ഈ ദുനിയാവിൽ ചെയ്ത നന്മയാവട്ടെ തിന്മയാവട്ടെ, അവൻ എന്ത് ചെയ്തുവോ അതെല്ലാം എഴുതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബാക്കൾ ചോദിച്ചു, നബിയെ, ഖബറിൽ മയ്യത്തിന് അവൻ ദുനിയാവിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുമോ? തീർച്ചയായും. അവൻ ദുനിയാവിൽ ജനിച്ച് തിരിച്ചറിവ് വന്നത് മുതൽ അവൻ മരിക്കും വരെ ചെയ്ത എല്ലാ കാര്യങ്ങളും അവൻ ഓർമ്മ വരും. അവനത് മുഴുവൻ എഴുതി കഴിഞ്ഞാൽ റഹ്മാൻ അലൈഹിസ്സലാം അവൻ എഴുതിയ പേപ്പർ കീറി അവന്റെ പിരടിയിൽ കെട്ടിവെക്കും. എന്നിട്ട് മലക്ക് അവനോട് പറയും, മനുഷ്യ, നീ ഇവിടെ എഴുതിയ കാര്യങ്ങൾ നാളെ മഹ്ശറയിൽ അള്ളാഹു നിന്നെ കൊണ്ട് വായിപ്പിക്കും. ഞാൻ പോയതിനു ശേഷം 2 പേർ ഇവിടെ വരും. അവർ ചോദിക്കുന്ന ചോദ്യത്തിനും നീ മറുപടി പറഞ്ഞാൽ നീ ഇവിടെ വിജയിച്ചു. റഹ്മാൻ അലൈഹിസ്സലാം പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മുൻകർ നക്കീർ അലൈഹിസ്സലാമാണ്.